മലയാള സിനിമയിലെന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയും വയലൻസ് ഉള്ള ഒരു പടം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് വേറെ എന്തിനെ കുറിച്ചല്ല, ഇന്ന് റിലീസായ ഉഡിഭൂതൻ നായകനായ മാർക്കോ എന്ന സിനിമയെ കുറിച്ചാണ്. ഒമ്മാതിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രൊമോഷൻ സമയത്ത് ജഗദീഷ് പറഞ്ഞ പോലെ ഒമ്മാതിരി രീതിയിലുള്ള വയലൻസ് ആണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇത് ഒന്നാമത് ഒരു സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു പടമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ പിള്ളേരും ഗർഭിണികളെ തീർച്ചയായിട്ടും ഇത് കാണരുതെന്നാണ് എനിക്ക് പറയാനുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദാശിനും ഇല്ല, ആരെ മുമ്പിയോ അന്യമൊന്നുമില്ല, അടിച്ചങ്ങ് കൊല്ലുവാണ്. വേറെ ഒന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദാക്ഷിണ്യമില്ല, ഒരു ദയയില്ല. അമ്മാതിരി ലെവൽ വയലൻസ് ആണ് ഈ പടത്തിലുള്ളത്. അപ്പൊ നമുക്ക് പടത്തിനെ കുറിച്ച് പറയാം. നമ്മുടെ ഉണ്ണിമുകുന്ദന്റെ എൻട്രി ഒക്കെ ഒരു രക്ഷയിലായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ പടം പയ്യെ ഒരു ലോ ഇതിലാണ് പടം പോണത്. ആ ഫസ്റ്റ് ഹാഫിന്റെ പഞ്ചിലേക്കൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഇന്റർവെൽ പഞ്ചിലേക്കൊക്കെ വരുമ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പൊ ഇതിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, പടം പല സ്ഥലത്ത് ലോ ആയിട്ടും ഉണ്ട്. അത് ഫസ്റ്റ് ഹാഫിലാണെങ്കിലും സെക്കൻഡ് ഹാഫിലാണെങ്കിലും പല സ്ഥലത്ത് ലോയിൽ പോകുന്നുണ്ട്. പക്ഷെ ആ ഫൈറ്റ് സീനൊക്കെ വരുമ്പം ഇതിന്റെ ഫൈറ്റ് കൊറിയോഗ്രഫി ആണെങ്കിലും ഫൈറ്റ് ചെയ്യുന്ന സമയത്തുള്ള ക്യാമറ ആംഗിൾസ് ആണെങ്കിലും ഭയങ്കര രസമായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തിയേറ്ററിൽ പോയി ഇത് കണ്ടു നോക്കുക, എങ്ങനെ ഇപ്പൊ പറയേണ്ടതെന്ന് അറിയില്ല, അമ്മാതിരി രസമാണ്. ഇന്റർവെൽ പഞ്ചിലെ ഫൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് ഫൈറ്റിലും എനിക്ക് ഇന്റർവെൽ പഞ്ചിന്റെ ഫൈറ്റാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴും ഇതേ ഒരു മൂഡിലാണ് പോണത്. ലോയിൽ നിൽക്കുന്ന ഒരു പടം ലാസ്റ്റ് ഒരു 30 മിനിറ്റ് ആകുമ്പോഴാണ് ഈ സിനിമയിലത്തെ എക്സ്ട്രീം ലെവൽ വയലൻസ്, അതാണ് നമ്മുടെ ക്ലൈമാക്സ്. എക്സ്ട്രീം ലെവൽ വയലൻസ് ആണ്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വില്ലന്റെ ഒക്കെ ഒരു ആറാട്ടായിരുന്നു ക്ലൈമാക്സ് സീക്വൻസിന്റെ ആ ഒരു 30 മിനിറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ വില്ലനിസം എന്ന് പറഞ്ഞാൽ പീക്ക് ലെവലിലായിരുന്നു. ഇന്ത്യൻ സിനിമയെ കാണുന്ന വില്ലനിസം അല്ല ഈ നമ്മൾ കാണുന്നത്. ലെവല് വേറെ, അജാതി രീതിയിലുള്ള വയലൻസ് ലെവലുള്ള വില്ലനിസം നമുക്ക് ഈ സിനിമയിൽ അവസാനത്തെ 30 മിനിറ്റിൽ കാണാൻ സാധിക്കും. പിന്നെ ഒരു ലാസ്റ്റ് ആകുമ്പോൾ ഉണ്ണിമുകുന്ദന്റെ ഒരു ഫൈറ്റ് സീക്വൻസ് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിലെ ഫൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇന്റർവെല്ലിന് മുമ്പുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. വേറെ മൂഡ് സാധനമാണ്. ലാസ്റ്റ് ഫൈറ്റ് ഉണ്ണിമുകുന്ദന്റെ ഒക്കെ ഒരു ഫൈറ്റ് ഒന്നും പേഴ്സണലി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അഫ്കോഴ്സ് ഉണ്ണിമുകുന്ദൻ നൈസ് അഭിനയമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഉണ്ണിമുകുന്ദന്റെ ഇതിൽ. ഡയലോഗൊക്കെ ഭയങ്കര കുറവൊക്കെ ഉള്ളൂ. പുള്ളി വാഗൊണ്ടല്ല ഇതില് പറയണേ, എല്ലാ കൈയും കൊണ്ടൊക്കെയാ പറയണേ. ഫുൾ ഇടിയായിരുന്നു ഗൈസ്. മൊത്തത്തിൽ ഭയങ്കര ഒരു വയലന്റ് മൂവി എന്ന് പറയില്ലേ, ഒമ്മാതിരി വയലന്റ്. ഞാൻ ഇപ്പൊ എടുത്തു പറയണതിന് കാരണം അതാണ്. നമ്മൾ ഹോളിവുഡിൽ ഇതുപോലത്തെ വയലന്റ് മൂവി കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ഒരു ഇന്ത്യൻ സിനിമയിൽ, മലയാള സിനിമയിൽ ഞാൻ പറയില്ല, ഇന്ത്യൻ സിനിമയിൽ നമുക്ക് ഇതുപോലത്തെ ഒരു വയലൻസ് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പടത്തിൽ മാത്രമാണ് കാണാൻ. ജഗദീഷ് ആണെങ്കിൽ ഓഫ്കോഴ്സ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സിദ്ദീഖിന്റെ ഒരു സാധനമൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ സിദ്ദീഖൊക്കെ പീക്കാണ്. ലാസ്റ്റ് ആ 30 മിനിറ്റ് സിനിമ ഉണ്ടല്ലോ പീക്കിലാണ് നിൽക്കണേ, പീക്കില്. പിന്നെ ഇതിലെ കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഭീഷ്മപർവ്വമില്ല, മമ്മൂട്ടിയുടെ ഭീഷ്മപർവ്വത്തിലെ ഒരു രീതിയിലുള്ള കളർ ഗ്രേഡും കാര്യങ്ങളും ഒക്കെ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇതൊരു പക്ക റിവെഞ്ച് പടമാണ്. റിവെഞ്ച് ചെയ്യാൻ നായകന് ഒരു കാരണമുണ്ട്. നമുക്ക് തന്നെ റിവെഞ്ച് ചെയ്യാൻ തോന്നും അതൊക്കെ കാണുമ്പോൾ. അങ്ങനെ നമ്മളെ തോന്നിക്കും. ഒരു റിവെഞ്ച് പടം എന്ന രീതിയിൽ ഈ പടം ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതൊരു ഭയങ്കര വിജയം തന്നെയാണ്. എടുത്തു പറയേണ്ട ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദന്റെ നായികയായിട്ട് ഒരു ആക്ട്രസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ആക്ട്രസിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ കുറച്ച് സീക്വൻസ് ഒക്കെ ഭയങ്കര ഒരു ശോകം, സിനിമയുടെ ഒരു ഫ്ലോ പോണ പോലെ എനിക്കൊക്കെ ഫീൽ ചെയ്തു. അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിറങ്ങി. എന്ന് വെച്ചാൽ ആ ഒരു ആക്ട്രസിന്റെ ആവശ്യമേ അവിടെ ഇല്ലാന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഫീല് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അതൊന്നും എടുത്ത് കളഞ്ഞിറങ്ങി കുറച്ചുകൂടി പടം ആ ഒരു ഫ്ലോ കിട്ടിയാലേ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പടം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് വയലൻസ് ഇഷ്ടമാണ്, നല്ല ഫൈറ്റ് കാണാൻ ഇഷ്ടമാണ്. എനിക്ക് നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. അമ്മാതിരി ബ്രൂട്ടൽ ലെവൽ വയലൻസ് ആണ് ഇതിൽ സംഭവിക്കുന്നത്. ഞാൻ ഒന്നുകൂടി ഒരു കാര്യം എടുത്തു പറയണു, ചെറിയ പിള്ളേരും അതുപോലെ തന്നെ ഗർഭിണികളും ഈ പടം പോയി കാണാതിരിക്കുക. അപ്പം നിങ്ങളും കണ്ടവരാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കമന്റ് ചെയ്യാം കേട്ടോ.